നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേരാണ് ഡയമണ്ട് പെയിൻറ്റിങ്. ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാണാൻ നല്ല ഭംഗിയാണ്. എന്നാൽ പിന്നെ അതെങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് നോക്കിയാലോ. ഇതാണ് ഡയമണ്ട് പെയിൻറ്റിങ്ങിൻ്റെ കിറ്റ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. നൂണിൽ നിന്നാണ് വാങ്ങിയത്. 12 ദിർഹമാണ് ഇതിൻ്റെ വില. ഞാൻ ചെറിയ ക്യാൻവാസാണ് വാങ്ങിയത്. 30x40 സെൻറ്റിമീറ്ററിൻ്റെ ക്യാൻവാസാണ്. അപ്പം ഈ ക്യാൻവാസിൽ നമുക്ക് ചെയ്യാനുള്ള പിക്ചർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ പിക്ചർ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ക്യാൻവാസിൻ്റെ താഴെ ഉണ്ടാകും. അപ്പം നമുക്കതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ട്രാൻസ്പെറൻറ്റ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടാകും ഈ പിക്ചറിൻ്റെ മുകളിൽ. അത് നീക്കിയിട്ടാണ് നമ്മളിതിൽ സ്റ്റോൺസ് വെച്ചിട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ചെറിയൊരു പിക്ചറാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് നോക്കിയിട്ട് വാങ്ങിയതാണ്. ആദ്യമായിട്ട് ചെയ്യായതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് വേണ്ട സ്റ്റോൺസും കൂടെ ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ ടൂൾസും ഉണ്ടാകും. അപ്പോൾ ഈ ടൂൾസിൽ ഇതുപോലെ ഒരു ട്രേ ഉണ്ടാകും. പിന്നെ ഇത് ഗമ്മാണ്, ഉണ്ടാകും. പിന്നെ ഒരു പെൻ ഉണ്ടാകും. ഈ പെൻ വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്യുക. ഈ ഗമ്മും ഈ പെന്നും കൂടെ യൂസ് ചെയ്തിട്ടാണ് സ്റ്റോൺസ് ഇതിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു പ്ലക്കർ ഉണ്ടാകും. ഇത് നമുക്ക് സ്റ്റോൺസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോയാലൊക്കെ അത് ശരിയാക്കി വെക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത്രയും സാധനങ്ങളാണ് ഇതിലുണ്ടാവുക. പിന്നെ നമുക്ക് വേണ്ട ഈ പിക്ചറിന് ആവശ്യമായിട്ടുള്ള സ്റ്റോൺസ് ഉണ്ടാകും. ഇത് ചിലപ്പോൾ ചില കവറിൽ കൂടുതലുണ്ടാവും, ചിലതിൽ കറക്റ്റായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ, കുറേ ഉണ്ടാകുന്നൊന്നും. അപ്പോൾ ചിലത് നമുക്ക് കറക്റ്റായിട്ടുണ്ടാകും, ചിലത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ നമ്പറും പിന്നെ ആ നമ്പറിൻ്റെ അടുത്ത് കുറേ സിംബൽസും ഒക്കെ ആയിട്ട്. ഈ സിംബൽസും ഈ നമ്പറും വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആ കവറിൽ കുറേ സ്റ്റോൺസ് കിട്ടിയിട്ടില്ലേ, ആ സ്റ്റോൺസിൻ്റെ മുകളിൽ മുഴുവൻ ആ കവറിൻ്റെ മുകളിൽ നമ്പേഴ്സ് ഉണ്ടാകും. ആ നമ്പേഴ്സിൻ്റെ നേരെയുള്ള സിംബലുകളിൽ നോക്കിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോൺസ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഓരോ നമ്പറിൻ്റെ നേരെയും ഓരോ സിംബലായിരിക്കും. അപ്പോൾ ആ സിംബലുള്ള സ്ഥലത്തായിരിക്കണം ആ നമ്പറിലുള്ള സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഈ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കുറച്ച് ക്ഷമയോടുകൂടെ ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് സമയമെടുത്ത് ചെയ്യണം. അപ്പോൾ നമ്മളെ കുട്ടികളെയും നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടാം. അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ചെയ്യാൻ നല്ല രസമാണ്. അപ്പം കുട്ടികൾക്കും നമുക്ക് ഇത് നല്ലൊരു ഹോബി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത് കണ്ടോ, ഈ കവറിൻ്റെ മുകളിൽ നമ്പർ, ഈ നമ്പറിനനുസരിച്ച് ഈ ചാർട്ടിലുള്ള സിംബൽസ് നോക്കിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മുകളിലുള്ള ഈ ട്രാൻസ്പെറൻറ്റ് പേപ്പർ ഫുള്ളായിട്ട് ഇളക്കി കളയാൻ പാടില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കണം. അതിങ്ങനെ ഒന്ന് പറിച്ച് നോക്കിയിട്ട് അവിടെ ഒട്ടിച്ച് വയ്ക്കുക, അങ്ങനെ ചെയ്യരുത്. ആ ഗമ്മ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ ആ പേപ്പർ മെല്ലെ മെല്ലെ അതിൽ നിന്ന് അഴിച്ചെടുക്കാൻ പാടുള്ളൂ. ഇതിൽ കണ്ടില്ലേ, ഓരോ നമ്പറിലും ഓരോ സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ അതേപോലെ നമ്മളിത് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് കുറച്ച് ഇവിടുന്ന് ചെയ്യുക, കുറച്ച് അവിടുന്ന് ചെയ്യുക, അങ്ങനെ ചെയ്യാതെ ഒന്നുകിൽ താഴെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഫുൾ താഴെ നിന്ന് തന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി വരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് മുകളിൽ മുടിയുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അവിടെ 2, 5, 6 നമ്പറിലുള്ള സ്റ്റോൺസിൻ്റെ സിംബൽസാണ് ആ മുടിയിൽ നിറയെ ഉള്ളത്. അപ്പോൾ പിന്നെ അതൊന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ അതാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട സ്റ്റോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രേയിലേക്ക് എടുക്കുക കുറച്ച്, എന്നിട്ടിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോൺസൊക്കെ കറക്റ്റായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമുക്കത് എടുക്കാൻ ഈസിയാണ്. അപ്പോൾ ഈ ട്രേയിൽ സ്റ്റോൺസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പെന്നുകൊണ്ട് നമ്മൾ
ഒരു ചെറിയ കഷ്ണം ഗമ്മ് കിട്ടിയിട്ടുണ്ടാവും അതിൽ. ആ ഗമ്മ് ഒന്ന് കുത്തിയതിന് ശേഷം ഈ സ്റ്റോൺസിൽ ടച്ച് ചെയ്താൽ സ്റ്റോൺസ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും. എന്നിട്ട് ഈ പേപ്പർ മെല്ലെ ഒന്ന് നീക്കി കൊടുക്കുക. എന്നിട്ട് എവിടെയാണോ ഏത് സിമ്പലിലാണോ നമുക്കത് ചെയ്യാനുള്ളത് അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഈ പിക്ചറിൽ നിറയെ ഗമ്മുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ട്രാൻസ്പെറൻറ്റ് പേപ്പർ എടുത്ത് കളയരുത്, കുറേ പ്രാവശ്യം ഇങ്ങനെ പറിച്ച് കളിക്കരുത് എന്നൊക്കെ പറയുന്നത്. കാരണം കുട്ടികളാകുമ്പോൾ കുട്ടികൾക്ക് നല്ല രസമാണ് ആ പേപ്പർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കളിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അത് ശ്രദ്ധിക്കണം. പേപ്പർ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ നമ്മളത് നീക്കാൻ പാടുള്ളൂ. കുറച്ച് സമയമെടുത്ത് കുറച്ച് ക്ഷമയോടുകൂടെ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ സിമ്പിൾസിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയേ വേണ്ടൂ. ഇത് നമുക്ക് ഫ്രെയിം ചെയ്ത് നമ്മുടെ വീട്ടിൽ തൂക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അതൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണ്. ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ അതേപോലെ തിരിച്ച് അവിടെ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റിക്കായിട്ട് നിൽക്കും. അങ്ങനെ വെച്ചിട്ട് തന്നെ എടുത്ത് വയ്ക്കാം. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെയും അത് മെല്ലെ ഓപ്പൺ ആക്കി കൊടുത്താൽ മതി. ഒരേ സിമ്പിൾസ് പല സ്ഥലത്തും ഉണ്ടാവും. ഒരേ സിമ്പിൾസ് മീൻസ് നമ്മളിപ്പം ഈ മുടിയുടെ ഭാഗത്തുള്ള അത് തന്നെ താഴെ ഭാഗത്തും ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴെ ഭാഗത്തും ചെയ്യാം. ഇപ്പം മുടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് സിമ്പിൾസ് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്, നല്ല ഭംഗിയാണ്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും. പല വലുപ്പത്തിലും പല വിലയിലും ഒക്കെ കിട്ടും. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാം. എന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ഈസിയാണ്. എന്നിട്ട് ഇത് ഫ്രെയിം ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇത് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പേപ്പർ, ഒരു ട്രാൻസ്പെറൻറ്റ് പേപ്പറില്ലേ, ആ പേപ്പർ അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് നമ്മളൊരു കട്ടിയുള്ള ബുക്ക് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഏതെങ്കിലും സ്റ്റോൺ ഇളകി നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് അമർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊരു കട്ടിയുള്ള ബുക്ക് വെച്ചിട്ട് നമ്മൾ ഇത് അമർത്തി കൊടുക്കണം. അത്രയേ ഉള്ളൂ അത് ചെയ്യാൻ. വളരെ ഈസിയാണ്, കാണാൻ നല്ല ഭംഗിയുമില്ലേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. എന്തായാലും ഡയമണ്ട് പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.